നമസ്കാരം. വളരെ സുപ്രധാനമായിട്ടുള്ള കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ BJP നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 2008 ലാവ്ലിൻ കേസിൽ ക്ലീൻ ചീറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 4-മനായി തന്നെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറുന്ന ഘട്ടം മുതൽ തന്നെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഇദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് 2008 7 മാസം 24-ാം തീയതി ഉള്ള ഒരു രേഖയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോടതിയുടെ സമക്ഷമുള്ള ഈ രേഖയാണ് ഇപ്പോൾ ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളത്. ഈ ആരോപണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രേഖ തന്നെയാണ്. ആ രേഖയിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ SNC ലാബിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സിംഗപ്പൂരിലുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ കമല ഇൻ്റർനാഷണലും ഒപ്പം തന്നെ SNC ലാബിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് അത്തരത്തിലുള്ള ഒരു ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലീൻ ചീറ്റാണ് നൽകിയിട്ടുള്ളത്. അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടുള്ള R മോഹൻ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അന്ന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടായിരുന്നു പിന്നീട് എല്ലാ കാലവും തന്നെ ഈ SNC ലാബിലുമായി ബന്ധപ്പെട്ട ഈ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല, അതോടൊപ്പം തന്നെ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അത് പൊള്ളയായ ആരോപണമാണ് എന്നെല്ലാം തന്നെ സഖാക്കളും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നതും, ഒപ്പം തന്നെ തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇടയ്ക്കിടെ പിണറായി വിജയൻ പറയുന്നത് ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ രേഖ ഒരിക്കലും കോടതിയിൽ നിന്ന് പുറത്തു വരില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ, അതായത് R മോഹനെ റിട്ടയർഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെക്കാൻ ഇടയായത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ രീതി ഇങ്ങനെയാണ്. KK രാഗേഷാണ് പ്രൈവറ്റ് സെക്രട്ടറി, KM ഇബ്രാഹിം ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്, പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്, P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്, തൊട്ടു പിന്നാലെ R മോഹനൻ സ്പെഷ്യൽ ഓഫീസറായിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ 2016 മുതൽ R മോഹനൻ 4-മനായി പ്രവർത്തിക്കുന്നുണ്ട്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ 4-മനായി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയെ ഈ R മോഹനൻ നേരത്തെ 2008 ചെയ്തിട്ടുള്ള ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്ന നിലയിലാണ് R മോഹനെ 2016 മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 4-മനായി നിയോഗിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് തെളിവ് സഹിതം ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഷോൺ ജോർജ് പറയുന്നതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യവുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നേരത്തെ കമല ഇൻ്റർനാഷണലിനും മറ്റു ചില കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു. ഭാര്യയുടെ പേരിലായിരുന്നു ആദ്യം ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്, അതെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിഞ്ഞു, ആരോപണത്തിന് കഴമ്പില്ല എന്ന് തെളിഞ്ഞു. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ കൈകൾ 2 പൊക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സംസാരത്തിൽ നിന്നാണ് അവിചാരിതമാണ് ഈ R മോഹൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഈ R മോഹനൻ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള R മോഹൻ എന്ന അന്വേഷണം നടത്തുകയും തുടർന്ന് കോടതിയിൽ നിന്ന് ഈ രേഖ തേടിയെടുക്കുകയും ഇത് രണ്ടും ഒരേ വ്യക്തിയാണെന്ന സംശയത്തിനിടയില്ലാത്ത തരത്തിൽ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നാണ് ഷോൺ ജോർജ് BJP നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ പേര് ഉൾപ്പെടുന്ന ലിസ്റ്റുമായിട്ടാണ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തിയത്. ലാവ്ലിൻ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിൻ്റെ രേഖയും ഷോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ കോപ്പിയും മാധ്യമ പ്രവർത്തകർക്ക് നൽകാനും അദ്ദേഹം തയ്യാറാകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ പട്ടികയിലെ 4-ാം പേരുകാരനായ R മോഹൻ വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ R മോഹനൻ തന്നെയാണ് എന്ന ആരോപണം ഉറച്ച് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷോൺ ജോർജ് എന്തായാലും മാധ്യമപ്രവർത്തകരെ കണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ വ്യക്തമായ ഒരു രേഖ തന്നെ ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്നുമല്ല മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിസഭയും ഒക്കെ തന്നെ പിടിച്ചുകുലുക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ലാവ്ലിൻ കേസ് മെയ് 1-ാം തീയതി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരിഗണിക്കുന്ന ഘട്ടത്തിലടക്കം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം CBIക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് CBIൻ്റെ മുമ്പാകെ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകളിലേക്ക് തന്നെയാണ്
കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷോൺ ജോർജ് തന്നെയാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിലെ പ്രധാനപ്പെട്ട പരാതിക്കാരൻ. അതുകൊണ്ട് തന്നെ ഈ ഷോൺ ജോർജ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് കൂടുതൽ പിണറായി വിജയന് സമ്മർദ്ദത്തിലാവുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ പുക കണ്ടേ അടങ്ങൂ എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്.